വചനവീഥിയിലൂടെ ഫാദർ JB പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം. അധ്യായം 6, 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. പ്രാർത്ഥന. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത്. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥികളുടെ കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയരെ പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത്. അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു. നിങ്ങൾ അവരെ പോലെ ആകരുത്. നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. പ്രാർത്ഥനയെ സംബന്ധിച്ചുള്ള യേശുവിന്റെ ചിന്താഗതി. പ്രാർത്ഥനയെ സംബന്ധിച്ചുള്ള യേശുവിന്റെ ചിന്താഗതി വ്യക്തമാക്കുന്ന ഒന്നാണ് ഇന്നത്തെ സുവിശേഷം എന്ന് നാം ധരിക്കണം. യേശുവിന്റെ ചിന്താഗതി അനുസരിച്ച് പ്രാർത്ഥന എന്ന് പറയുന്നത് മനുഷ്യൻ ദൈവത്തോട് പുലർത്തുന്ന ബന്ധത്തിന്റെ പ്രകാശനമാണത്. ഈ ബന്ധത്തിന്റെ പ്രകാശനം പല രൂപത്തിലും ആകാം. പ്രധാനമായിട്ട് വാച്യരൂപത്തിൽ അതാകാം, അതിനെ വാച്യപ്രാർത്ഥന എന്ന് പറയും. മാനസികമായിട്ടുള്ള രൂപത്തിലാകാം, രഹസ്യാത്മകമായിട്ടുള്ള രൂപം, അതിന് മാനസിക പ്രാർത്ഥന എന്ന് പറയും. ഏതു രൂപത്തിലായാലും ശരി, യേശു ഊന്നി പറയുന്ന ഒരു യാഥാർത്ഥ്യം, ആ ബന്ധം പ്രാർത്ഥനയായിട്ട് തീരണമെന്ന് വരികിൽ ആത്മാർത്ഥതയും സത്യസന്ധതയും അതിന്റെ അടിസ്ഥാനപരമായിട്ട് ഉണ്ടാകണം. എന്തുമാത്രം ആത്മാർത്ഥതയുടെയും സത്യസന്ധതയുടെയും അംശം അത് കലരുന്നുവോ അതിന്റെ തോതനുസരിച്ച് ആ ബന്ധത്തിന്റെ ഊഷ്മളത ഉണ്ടാകുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ആത്മാർത്ഥതയുടെയും സത്യസന്ധമായിട്ടുള്ള ശൈലികളുടെയും അടിസ്ഥാനത്തിൽ പ്രകടനാത്മകത അതിനാൽ തന്നെ കുറഞ്ഞിരിക്കും. എന്നാൽ അതിന്റെ സംവേദനക്ഷമത കൂടിയിരിക്കുകയും ചെയ്യും. വെറുതെ ഒരു നോട്ടം, ഒരു ഭാവം, ഒരു നെടുവീർപ്പ്, ഇതുകൊണ്ട് സാധിക്കാനിടവരുന്ന സംവേദനക്ഷമത മണിക്കൂറുകൾ തന്നെ നാം വാചാലമായി സംസാരിച്ചാലും സാധിക്കണമെന്നില്ല. യേശു വളരെ ഊന്നൽ കൊടുക്കുന്നത് മനുഷ്യൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ പ്രകാശനമാണ് പ്രാർത്ഥന എന്ന് വരുമ്പോൾ ആ പ്രാർത്ഥനയിൽ ആദ്യമായിട്ടും അധികമായിട്ടും ഉണ്ടാകേണ്ടത് ആത്മാർത്ഥതയുടെയും സത്യസന്ധതയുടെയും അംശമാണ്. അതിന്റെ അഭാവത്തിൽ പ്രാർത്ഥന പ്രകടനാത്മകമായി, ബന്ധങ്ങള് മറ്റുള്ളവരെ കാണിക്കാൻ എന്ന രീതിയിലായി. ഇത് യേശുവിന് തൃപ്തികരമായിട്ടുള്ള ഒരു സമീപനമല്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് സഭയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വളർന്നു വരുന്ന നവീകരണം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിലും കൂടെ പരക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന ആ പ്രാർത്ഥനാ ശൈലികളെ പറ്റി നാം വിലയിരുത്തേണ്ടിയിരിക്കുന്നു, ഒന്നുകൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു. യേശുവിന്റെ ദർശനമനുസരിച്ച് ആ തരം പ്രാർത്ഥനയിൽ പ്രകടനാത്മകത കൂടിയിരിക്കും. അവിടെ പ്രാർത്ഥന കൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നുവോ മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ ആഴങ്ങൾ വർദ്ധിപ്പിക്കാൻ ഉള്ള ആ ഉദ്ദേശം അത്ര കണ്ട് ഫലപ്രദമാകാൻ ഇടവരില്ല. അതുകൊണ്ട് യേശുവിനെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനകളിൽ ഏറ്റവും പ്രാധാന്യം കുറഞ്ഞ രീതിയിലുള്ള തലത്തിലുള്ളൊരു പ്രാർത്ഥനയാണ് വാച്യപ്രാർത്ഥന. എന്നാൽ വാച്യപ്രാർത്ഥന യേശു നിഷേധിക്കുന്നതായിട്ട് നാം കാണുന്നില്ല. സമൂഹജീവിയായിട്ടുള്ള മനുഷ്യൻ സാമൂഹ്യമായിട്ടുള്ള രീതിയിലും അവന്റെ ബന്ധങ്ങള് പുലർത്തേണ്ട ആയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അവന് നൽകിയിരിക്കുന്ന സംസാരിക്കാനുള്ള കഴിവ് അവൻ ഉപകരിപ്പിക്കേണ്ടിയിരിക്കുന്നു.
പക്ഷേ അതിന് അമിത പ്രാധാന്യം കൊടുത്താൽ ദൈവികമായിട്ടുള്ള മനുഷ്യന്റെ വളർച്ച മുരടിച്ചു പോകാനും അത് ഒരുതരം പ്രകടനാത്മകമായി തീരാനും മനുഷ്യരുടെ മുമ്പിൽ കാണിക്കുക എന്നുള്ളത് ഒഴിച്ച് വസ്തുനിഷ്ഠമായിട്ടുള്ള ആധ്യാത്മിക വളർച്ച അതുകൊണ്ട് നേടാൻ ഇടവരില്ല എന്നുള്ളതാണ് യേശുവിന്റെ ദർശനം. ഈ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യൻ മാനസികമായിട്ട് ദൈവമായിട്ട് ബന്ധപ്പെടാൻ അഭ്യസിച്ചെടുക്കണം. മാനസിക പ്രാർത്ഥനയുടെ തന്നെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു രീതിയായിട്ട് നമുക്ക് കാണാം അസ്തിത്വാത്മകമായിട്ടുള്ളൊരു രീതി. സത്യത്തിൽ മനുഷ്യന്റെ ജീവിതം തന്നെ ദൈവത്തിന്റെ ആയിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നീങ്ങാൻ സാധിക്കുന്ന ആ സ്ഥിതിവിശേഷം പ്രാർത്ഥനയുടെ ഏറ്റവും സവിശേഷമായിട്ടുള്ള രൂപം. അത് മാനസിക പ്രാർത്ഥനയിൽ കൂടെ വളർന്നു വരേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്, അന്യത്ര മർത്തായുടെയും മറിയത്തിന്റെയും പെരുമാറ്റ രീതിയിൽ വളരെ പ്രകടനാത്മകത കാണിക്കാത്ത മറിയത്തിന്റെ രീതി യേശു കൂടുതൽ ഇഷ്ടപ്പെടുന്നതായിട്ട് നാം കാണുന്നു. അത് ഒരുതരം മാനസിക പ്രാർത്ഥനയിലേക്കുള്ള ഒരു ചൂണ്ടുവിരലല്ലേ എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. അതുകൊണ്ട് നമ്മുടേതായിട്ടുള്ള ആധ്യാത്മിക ജീവിതം വളർച്ച പ്രാപിക്കണമെന്ന് വരികിലേ നാം ദൈവവുമായിട്ടുള്ള ബന്ധം ആത്മാർത്ഥതയോടുകൂടിയും സത്യസന്ധമായിട്ടും പ്രകടിതമായി വരുമ്പോൾ അതിലെ മാനസിക അംശത്തിന്റെ പ്രാധാന്യം കൂടുകയും പ്രകടനാത്മകതയുടെ അംശം കുറഞ്ഞു വരികയും ആ കുറഞ്ഞു വരുംതോറും സംവേദനക്ഷമത കൂടുകയും ആ ബന്ധങ്ങളിൽ ആഴങ്ങൾ വർദ്ധിക്കുന്നതുമായിട്ടും നമുക്ക് അനുഭവപ്പെടും.